മുണ്ടൂർ സേതുമാധവന്റെ എഴുത്തിന്റെ 70-ാം വാർഷികത്തോടനുബന്ധിച്ച് കഥകളുടെ സമ്പൂർണ്ണ സമാഹാരം പ്രകാശനം ചെയ്തു. മന്ത്രി എം. പി. രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പാലക്കാടൻ കഥകളുടെ കലവറയാണ് മുണ്ടൂർ സേതുമാധവൻ എന്ന സാഹിത്യകാരനെന്ന് മന്ത്രി എം. പി. രാജേഷ് പറഞ്ഞു. പാലക്കാടിന്റെ സ്വന്തം കഥാകാരനാണ് മുണ്ടൂർ സേതുമാധവൻ. മുണ്ടൂർ സേതുമാധവന്റെ എഴുത്തിന്റെ 70-ാം വാർഷികത്തോടനുബന്ധിച്ച് കഥകളുടെ സമ്പൂർണ്ണ സമാഹാരം പ്രകാശനം ചെയ്തു. പാലക്കാടൻ ജീവിതങ്ങളാണ് മുണ്ടൂർ സേതുമാധവന്റെ കഥകളിൽ നിറയുന്നതെന്ന് പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് മന്ത്രി എം. പി. രാജേഷ് പറഞ്ഞു. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ സേതുമാധവൻ മാഷ് ഞാനടക്കമുള്ള അനേകം പേർക്ക് ഒരു തണലായി നിന്ന ആളാണ്. വെറും തണൽ എന്ന് പറഞ്ഞാൽ പോരാ, ഒരു സ്നേഹത്തണലായി നിന്നിട്ടുള്ള ആളാണ്. നല്ല കഥാകാരൻ്റെയും നല്ല പ്രഭാഷകൻ്റെയും പ്രത്യേകത വാക്കുകൾ ധൂർത്തടിക്കാതിരിക്കുക എന്നതാണ്. അച്ചടക്കത്തോടെ, കയ്യൊതുക്കത്തോടെ ശരിയായ വാക്കുകൾ ആവശ്യമുള്ള സ്ഥാനത്ത് മാത്രം പിശുക്കി ഉപയോഗിക്കുക. വാക്കുകൾ കൊണ്ട് എഴുത്തിലും പ്രഭാഷണത്തിലും ശില്പചാരുത സൃഷ്ടിക്കുന്ന ആളാണ് സേതുമാധവൻ മാഷ്. ചടങ്ങിൽ ഡോക്ടർ പി. മുരളി അധ്യക്ഷനായി. ഹരിതം ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന കഥകളുടെ സമ്പൂർണ്ണ സമാഹാരം കവി ആലങ്കോട് ലീലാകൃഷ്ണൻ മുൻ മന്ത്രി എ. കെ. ബാലന് നൽകി പ്രകാശിപ്പിച്ചു. വി. കെ. ശ്രീകണ്ഠൻ എം. പി, മുൻ മന്ത്രി കെ. ഇ. ഇസ്മയിൽ, പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, സാഹിത്യകാരൻ ആശാ മേനോൻ എന്നിവർ സംസാരിച്ചു. കൈരളി ന്യൂസ്, പാലക്കാട്.